നമുക്ക് തുടങ്ങാം അല്ലേ? നമസ്കാരം, എൻ്റെ പേര് ഹരികൃഷ്ണൻ നന്ദകുമാർ. ഞാൻ കെമിക്കൽ എഞ്ചിനീയർ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്നുമാണ് ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് കംപ്ലീറ്റ് ചെയ്തത്. കൂടാതെ എനിക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി കൂടിയുണ്ട്. IIT ഖരഗ്പൂരിൽ നിന്നും മാസ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പ്രോസസ് ഡിസൈൻ എഞ്ചിനീയറായിട്ട് മദ്രാസിൽ വർക്ക് ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് രോഹിത്. ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ് BArch നേടിയത്. അതിനുശേഷം IIT മദ്രാസിൽ റിസർച്ച് സ്കോളറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ആർക്കിടെക്ചർ പ്രാക്ടീസ് ഉണ്ട് കോഴിക്കോട്. രോഹിത്, നമ്മൾ ഈ പ്രൊജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? കഥേൻ്റെക്കാൾ നീയല്ലേ കഥ പറഞ്ഞു. അതായത് നമ്മുടെ കോളേജിലുണ്ടായിരുന്ന വലിയൊരു ഒരു ഫ്രണ്ട് ഗ്യാങ് അല്ലേ? അതെ. ആ ഒരു സുഹൃത്ത് വലയം നമുക്കത് മുന്നോട്ട് പോകുമ്പോഴും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അതിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ വയനാട് ഒരു റിസോർട്ട് തുടങ്ങാം എന്നുള്ളൊരു ഐഡിയയിലോട്ട് എത്തുകയായിരുന്നു. വയനാട് ഇപ്പോൾ ഒരു റിസോർട്ട് തുടങ്ങുക എന്നുള്ളത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്, അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ വിചാരിച്ചപ്പോൾ അതിലൊരു യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ കൊണ്ടുവരണം, നമ്മുടേതായ എന്തെങ്കിലും അതിനകത്ത് വേണം എന്നുള്ളൊരു ഇനീഷ്യൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിന് ആദ്യം നമ്മൾ സസ്റ്റൈനബിലിറ്റിയെ പറ്റി ചിന്തിച്ചു. ഇതിലൊരു ഫുൾ കോർ ഒരു സസ്റ്റൈനബിൾ വേ ഓഫ് തിങ്കിങ് എന്തുകൊണ്ട് ഇതിലായിക്കൂടാ എന്നുള്ളത് നമ്മുടെ ഇനീഷ്യൽ ഡിസ്കഷനിലുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഓർത്തത് അത് ഒരു നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടെ ആയിരിക്കും, മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പം ഉണ്ടാവും ഈ സസ്റ്റൈനബിലിറ്റി വെച്ചിട്ട് നമ്മൾ ഇനീഷ്യൽ ചിന്തിച്ചിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലോട്ട് ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇത് സസ്റ്റൈനബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കിയത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്താലും, അത് ഡിസൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, അതിലെല്ലാം ഈ ഒരു സസ്റ്റൈനബിലിറ്റിൻ്റെ ആംഗിൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഹരി പറഞ്ഞ പോലെ അതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ ആദ്യം കണ്ടത്. ഗ്രീൻ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കൂടുതൽ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ, നമ്മൾ കോളേജിൽ നിന്നൊക്കെ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊന്നും ഇത്രയും ഡെപ്തിൽ പോയിട്ടില്ല, എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് നമ്മൾ സ്വന്തം പ്രൊജക്റ്റിന് വേണ്ടി പ്രയത്നിച്ചപ്പോഴാണ് ഇതെന്താണെന്ന് മനസ്സിലായത്. ബേസിക്കലി ഈ പ്രൊജക്റ്റിൽ സസ്റ്റൈനബിലിറ്റി 2 രീതിയിലാണ് ഞങ്ങൾ നോക്കി കാണുന്നത്. ഒന്ന് എംബോഡീഡ് എനർജി കാൽക്കുലേഷൻസ് ആണ്. അപ്പം ഈ പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എംബോഡീഡ് എനർജി കാൽക്കുലേഷൻസ് എടുത്തു. ഇപ്പോൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ, കോൺസെപ്ച്വലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഫോം എങ്ങനെ വരണം, ഇതിൻ്റെ ഷേപ്പ് എന്താവണം, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ വരുന്ന മെറ്റീരിയൽസ് കുറയ്ക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു ഷെൽ സ്ട്രക്ചറായി മാറിയത്. ഷെൽ സ്ട്രക്ചർ ആവാനുള്ള കാരണം അതിൽ മെറ്റീരിയൽ കുറയ്ക്കാമെന്നുള്ളൊരു ആവശ്യകത ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് പുറമെ ഈ ചുമരൊക്കെ മഡ് പ്ലാസ്റ്ററാണ്. മഡ് പ്ലാസ്റ്ററിലേക്ക് എത്താനുള്ളൊരു ഡിസിഷൻ അങ്ങനെ വന്നതും ഈ എംബോഡീഡ് എനർജി കാൽക്കുലേഷനാണ്. രണ്ടാമത്തെ ഒരു സസ്റ്റൈനബിലിറ്റീൻ്റെ ആസ്പെക്റ്റ് ഞങ്ങൾ പ്രൊജക്റ്റിലുള്ളത് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്നുള്ളൊരു സസ്റ്റൈനബിലിറ്റീൻ്റെ സിസ്റ്റമാണ്. ബേസിക്കലി ഒരു ബിൽഡിങ്ങിൻ്റെ കാലയളവിൽ, അതിൻ്റെ ഒരു ആയുസ്സിൽ എത്ര എനർജി അത് കൺസ്യൂം ചെയ്യുന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്. കുറേ ചാർട്ടുകൾ ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ കുറേ വീണ്ടും റിസർച്ചൊക്കെ ചെയ്തു, കുറേ മീറ്റിങ്സ് കൂടി, ഞങ്ങൾ രാത്രികളിലൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് കുറേ ഇരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായത്, ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ എനർജി ഇൻറ്റൻസീവായിട്ട് ഉള്ളത് ഒരു റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ ഒരു കംഫർട്ടബിൾ റേഞ്ചിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ബേസിക്കലി എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എനർജി യൂസ് ചെയ്യുന്ന ഒരു കാര്യം. അതിനൊരു ആൾട്ടർനേറ്റീവ്, അതിനെന്തൊരു ബദലാണ് നമുക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ എർത്ത് ടണൽ സിസ്റ്റം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങളുണ്ടാക്കിയതല്ല, കുറേ റിസർച്ച് ചെയ്തു. അങ്ങനെ പേപ്പേഴ്സും ജേർണൽസൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയത്. കൂടുതലും ടെമ്പറേറ്റ് കൺട്രീസിലൊക്കെ റൂമുകൾ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്കിവിടെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൂടാ. അങ്ങനെയാണ് ഞങ്ങൾ എർത്ത് ടണൽ സിസ്റ്റം എന്നുള്ളൊരു കോൺസെപ്റ്റ് എത്തിയത്.
പുറമേ ഉള്ളൊരു പുറമേ ചൂടുള്ള എയർ മണ്ണിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് തണുപ്പിച്ച് റൂമിൻ്റെ അകത്തേക്ക് പുഷ് ചെയ്യുന്നതാണ് ബേസിക്കലി ഈ സിസ്റ്റം. ഞങ്ങൾ അങ്ങനെ ഇത് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ഞങ്ങൾ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് ഇതൊരു കമ്പനി ആക്കിക്കൂടാ, ഇനി ഭാവിയിലേക്ക് ഞങ്ങളുടെ വേറെ പ്രോജക്ട്സിലൊക്കെ ഇത് യൂസ് ചെയ്തുകൂടാ. അങ്ങനെ ഇതൊരു കമ്പനിയാക്കി. അപ്പം ഞങ്ങളുടെ കമ്പനീൻ്റെ പേര് പാസീവ് ഫ്ലോ എന്നാണ്. വി ആർ എ തെർമൽ കംഫർട്ട് ഡിസൈനിങ് ഫേം. ബേസിക്കലി ഞങ്ങളുടെ വിഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ റെസിഡൻസസും ചെറിയ പ്രൊജക്ട്സൊക്കെ ചെയ്യാനുള്ളതാണ്. കുറേ ഡാറ്റ എടുക്കണം. അതിനുശേഷം ഭാവിയിലേക്ക് കൊമേഴ്ഷ്യൽ സ്പേസസ്, അതായത് സ്കൂളുകളോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളോ അല്ലെങ്കിൽ തിയേറ്റേഴ്സോ എന്താണെങ്കിലും ആക്റ്റീവ് അല്ലാതെ പാസീവ്ലി നമുക്ക് എങ്ങനെ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ റേഞ്ചിലേക്ക് റൂംസ് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഞങ്ങളൊരു വിഷൻ. ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത് പുറത്തുള്ള എയറിനെ ഒരു പൈപ്പ് സിസ്റ്റത്തിൽ കൂടി കടത്തിവിട്ട് തണുപ്പിച്ച് ഉള്ളിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പൈപ്പ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഭൂമിയുടെ അടിയിൽ ഒരു പർട്ടിക്കുലർ ഡെപ്തിലാണ്. അപ്പോൾ അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുറത്ത് എത്ര ടെമ്പറേച്ചർ ആയാലും ഭൂമിയുടെ അടിയിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതൊരു 24 to 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേറ്റ് കൺട്രീസിൽ അവർ യൂസ് ചെയ്യുന്നത് ഹീറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പുറത്ത് തണുത്ത എയർ ഉള്ളപ്പോഴും ഈ 25 ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ അടിയിലുള്ള ആ ടെമ്പറേച്ചറുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ എയറിനെ ഉള്ളിലേക്ക് കടത്തിവിടാം. ഇവിടെ ചെയ്യുന്നത് അതിന് വിപരീതമായിട്ട് ചൂടുള്ള എയറിനെ പുറത്തുനിന്ന് എടുത്തിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഉള്ളിൽ തണുപ്പിച്ച് ഉള്ളിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ പൈപ്പ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻസ് വെച്ചിട്ടാണ്. അതിന് നമ്മൾ പല ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻസ് VBL റൺ ചെയ്തിട്ട് അതിൽ സിമുലേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നീട് എയർ ഫ്ലോ, എങ്ങനെയാണ് എയർ പൈപ്പിനകത്ത് കൂടിയും അതിൻ്റെ കൂടാതെ റൂമിനകത്തും എങ്ങനെയാണ് അത് ഫ്ലോ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സിമുലേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എയർ പാത്ത്, അതിൻ്റെ ടെമ്പറേച്ചർ പ്രൊഫൈൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ പറഞ്ഞ എയർ തണുപ്പിച്ച് റൂമിൽ എത്തുന്നതിന് മുന്നേ ഒരു ഹ്യൂമിഡിറ്റി കൺട്രോൾ ഉണ്ട്. അവിടെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്ത എയർ ആണ് നമ്മൾ റൂമിലേക്ക് കടത്തിവിടുന്നത്. അപ്പം ഈ റൂമിലേക്ക് വരുന്ന എയറിനെ എങ്ങനെയാണ് ഇത് എക്സോസ്റ്റിലൂടെ പുറത്തേക്ക് പോകുന്നത്, അതൊക്കെ ഞങ്ങൾ ഗ്രാസ് ഹോപ്പർ പോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് സിമുലേറ്റ് ചെയ്തു, വിഷ്വലി സിമുലേറ്റ് ചെയ്തു. കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ്. അതിൻ്റെ ഫ്ലോയും അതിൽ എവിടേക്കാണ് ഡ്രാഫ്റ്റ് ഉണ്ടാവുന്നത്, ഈ കാൽക്കുലേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഫോം കണ്ടെത്താൻ, അത് ആക്ച്വലി ഫോം നമ്മൾ ഡിസ്കവർ ചെയ്തതാണ്. നമ്മളൊരു എസ്തെറ്റിക് പർപ്പസിൽ ചെയ്തത് മാത്രമല്ല, ഈ ഫോമിലേക്ക് നമ്മൾ എത്തിയത് അങ്ങനെയാണ്. ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫോമിലേക്ക് എത്തിയത്. അത് മാത്രമല്ല, ഉള്ളിലുള്ള ഫേർണിച്ചറിൻ്റെ പ്ലേസ്മെൻറ്റ്, നമ്മൾ ബെഡൊക്കെ എങ്ങനെ വെച്ചാലാണ് കൂടുതൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയി മാറുക, അതായത് കിടന്നുറങ്ങുമ്പം ആ ഒരു കംഫർട്ട് എങ്ങനെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയി മാറുക എന്നുള്ളതൊക്കെ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസിൻ്റെ ഒരു റിസൾട്ടായിട്ട് വന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ടുകൾ ഇപ്പം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുറമെ 32 ഡിഗ്രി ആയിരുന്നപ്പം ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അകത്ത് 24 ഡിഗ്രി ആയിട്ടാണ് കിട്ടിയത്. പീക്ക് സമ്മർ സീസണിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത്. പിന്നെ നമ്മുടെ വിൻ്ററിൽ നമ്മൾ പുറത്തൊരു 20-21 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പോൾ ഡിസംബറാണ്. ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ നോക്കുമ്പോൾ പുറമെ തണുപ്പായിരുന്നപ്പോൾ അകത്ത് വാമായിരുന്നു. കംഫർട്ടബിൾ ടെമ്പറേച്ചർ ആയിരുന്നു ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു 1.5 ടൺ AC നമ്മളൊരു കൂൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണമെന്ന് നോക്കിയാൽ, ഒരു 10 മണിക്കൂർ ഓപ്പറേഷൻ, അങ്ങനെ നമ്മൾ 30 ദിവസം യൂസ് ചെയ്യുമ്പോൾ അത് കൺസ്യൂം ചെയ്യുന്നത് ഓൾമോസ്റ്റ് 450 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അത് നമ്മുടെ നാട്ടിലെ ഇലക്ട്രിസിറ്റി റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് അറൗണ്ട് 3,000 to 4,000 റുപ്പീസ് വരുന്നുണ്ട്. പക്ഷെ പാസീവ് ഫ്ലോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫാൻ സിസ്റ്റംസ് ആണ്, പവർ കുറഞ്ഞ ഫാൻസ് ആണ്. അത് ഹാർഡ്ലി കൺസ്യൂംസ് അറൗണ്ട് 40 യൂണിറ്റ്സ് മാക്സിമം. അത് കണ്ടിന്യൂസ് 24 hours ഓപ്പറേഷൻ. അപ്പോൾ അത് വരുന്നത് 300 to 400 റുപ്പീസ് മാക്സിമം. ഈ ഒരു ഡിഫറൻസ് നമ്മൾ ഒരു AC റീപ്ലേസ് ചെയ്യുന്നതിലൂടെ കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ബിൽഡിംഗ് ആസ് എ ഹോൾ കൂൾ ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് AC യുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് ഇലക്ട്രിസിറ്റി
ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ റിസൾട്ട് എന്ന് പറഞ്ഞത്. ഞങ്ങളിത് യുണീക്ക് ആക്കുന്നത് ആക്ച്വലി ഇതൊരു അമാൽഗമേഷൻ ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ. ടണൽ സിസ്റ്റംസ് മുന്നേ ഉണ്ട്. അതേപോലെ തന്നെ റൂമിൻ്റെ ഫോമൊക്കെ തണുപ്പിക്കുന്ന രീതിയിലൊക്കെ മുന്നേ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് ചിലപ്പോൾ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കാം. ഞങ്ങൾക്കറിയില്ല വേറെ ഫോം ഉണ്ടോ എന്നുള്ളത്. എനിവേ ഞങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, വയനാട് മീനങ്ങാടിയിലൊരു പ്രോജക്റ്റ് ഉണ്ട്. അതിൽ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രൂഗലാണ്, വളരെ ബേസിക് ആയിട്ട് ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സിസ്റ്റമാണ് ഞങ്ങൾ എഞ്ചിനീയർ ചെയ്യുന്നത്. ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ഇതിൻ്റെ സിസ്റ്റമാണ്. ഇത് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, പൈപ്പിങ്സ് എങ്ങനെ വരണം, ആർക്കിടെക്ചറിൽ ഇതിൻ്റെ ഫോം എന്താവണം. അപ്പം അങ്ങനെയുള്ളൊരു പ്രോജക്റ്റാണ് ഇപ്പം മീനങ്ങാടി ചെയ്യുന്നത്. അതിൽ കുറച്ചുകൂടെ കൂടുതൽ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടൂൾസ് അല്ല, സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാക്ക് എഫക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ സോളാർ ചിമ്നി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടണൽ സിസ്റ്റം ഉണ്ട്. അപ്പം എപ്പോഴും ഫ്രഷ് എയർ റൂമിനകത്ത് ഉണ്ടാവും. ഇതൊരു സമ്മർ വില്ലയും കൂടെയാണ്, അപ്പോൾ അവരെപ്പോഴും യൂസ് ചെയ്യില്ല. ഇത് ഓട്ടോമേഷനിലൂടെ ഈ വീട് എപ്പോഴും യൂസ് ചെയ്യാത്തൊരു വീടായിരിക്കും. അപ്പോൾ ആൾക്കാർ കുറേ നാൾക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പം ആ ഒരു മോൾഡിൻ്റെ ഒന്നും മണമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓട്ടോമേഷനിലൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടണൽ സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ 2 മാസം കഴിഞ്ഞ് റൂം തുറക്കുമ്പോഴൊന്നും അങ്ങനെ ഒരു മണമൊന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇത് കുറച്ചുകൂടെ വലിയൊരു പ്രോജക്റ്റാണ്, കുറച്ചുകൂടെ വലിയൊരു വോളിയമാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതായത് സ്പേസ് കുറച്ചുകൂടെ വലുതാണ്. ഒരു കിച്ചൺ, ഒരു ഡൈനിങ്, ഒരു ലിവിങ്, ഇത്രയും വലിയ ഏരിയയാണ് ഞങ്ങൾ കംഫർട്ട് റേഞ്ചിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഈ 3 സിസ്റ്റം, നേരത്തെ പറഞ്ഞ സ്റ്റാക്ക് എഫക്റ്റിൻ്റെയും സോളാർ ചിമ്നീൻ്റെയും അതേപോലെ ടണൽ സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട്. കുറച്ചുകൂടെ നമുക്കിപ്പോൾ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണെങ്കിലും ഭാവിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി വലിയ പ്രോജക്ട്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.